ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ കറക്റ്റ് സ്പെല്ലിങ്ങും സിനണിംസും ആൻറ്റോണിംസുമാണ്. എല്ലാ ഇംഗ്ലീഷ് മത്സര പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണിത്. മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു മാർക്കും വിട്ടുപോകരുത്. സ്പെല്ലിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം വാക്കുകൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ തന്നിട്ടുള്ളത് കുറച്ച് വേർഡ്സ് ആണ്. അവ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, സ്പെല്ലിംഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അബ്രീവിയേറ്റ്, അബ്രീവിയേറ്റ്, അക്കാദമി, അക്കാദമി, അക്രഡിറ്റഡ്, അക്രഡിറ്റഡ്, അക്യൂറ്റൽ, അക്യൂറ്റൽ, amateur, amateur, aberration, aberration, accelerator, accelerator, accumulate, accumulate, address, address, ambition, ambition, abeyance, abeyance, acceptance, acceptance, accurate, accurate, adolescent, adolescent, anniversary, anniversary, aberration. അബറേഷനും അബ്രേഷനും തമ്മിൽ മാറിപ്പോകരുത്, സ്പെല്ലിങ്ങിൽ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ആക്സസിബിൾ, ആക്സസിബിൾ, accusation, accusation, aesthetic, aesthetic, annual, annual, abrupt, abrupt, accommodate, accommodate, accustomed, accustomed, aggressor, aggressor, antiquity, antiquity, absolutely, absolutely, accompany, accompany, achieve, achieve, alien, alien, anxiety, anxiety, abstinence, abstinence, accomplice, accomplice, acknowledge, acknowledge, almighty, almighty, appearance, appearance, abundance, abundance, accomplish, accomplish, acquittance, acquittance, altogether, altogether, aquarium, aquarium. ഓക്കെ, നമ്മൾ ഉച്ചാരണത്തിന് അനുസരിച്ച് സ്പെല്ലിങ് ബൈ ഹാർട്ട് ആക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഉച്ചരിക്കുന്നത് പോലെയല്ല പല വാക്കുകൾക്കും സ്പെല്ലിങ് വരുന്നത്. ഓക്കെ, പ്രൊണൗൺസിയേഷൻ വേറെയാണ്, ചിലപ്പോൾ സ്പെല്ലിങ് തെറ്റാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻസ് തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ വളരെയേറെ സാധ്യതകളുണ്ട്. ഓക്കെ, അതുകൊണ്ട് എഴുതി പഠിക്കുക, പ്രൊനൗൺസ് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ നോക്കുന്നത് സിനോണിംസ് ആണ്, അതായത് പര്യായ പദങ്ങൾ. ഒരു വാക്കിന് അതേ അർത്ഥം വരുന്ന മറ്റ് പദങ്ങൾ ഉണ്ട്, അവയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു പദത്തിന് അതേ അർത്ഥം വരുന്ന മറ്റ് പദങ്ങളുണ്ട്, അവയാണ് നമ്മൾ നോക്കുന്നത്, സിനോണിംസ്. ഓക്കെ, പര്യായ പദങ്ങൾ, ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. ഓക്കെ, അബാൻഡൻ, അബാൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ്, forsake, ഉപേക്ഷിക്കുക. അബാൻഡൻ, ലീവ്, ഉപേക്ഷിക്കുക. forsake. ഓക്കെ, അബേസ്, അബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിലേറ്റ്, ഡീഗ്രേഡ് ചെയ്യുക, തരം താഴ്ത്തുക എന്നൊരു മീനിങ്. ഹ്യൂമിലേറ്റ്, ഡീഗ്രേഡ്. ഓക്കെ,
അബാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എംബറാസ്, ഡിസ്കൺസേർട്ട്. എംബറാസ്, ഡിസ്കൺസേർട്ട് എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുക. ഓക്കെ, നാണം കെടുത്തുക. ഓക്കെ. എബേറ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഡിക്രീസ്, ലെസൺ, ഡിമിനിഷ്, ഇതൊക്കെ എന്താണ്? കുറയ്ക്കുക എന്ന മീനിങ് ആണ് എബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻകറേജ്, അസിസ്റ്റ്, പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക. എൻകറേജ്, അസിസ്റ്റ്. ഓക്കെ. എബൈഡ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, എൻഡ്യൂർ, അതായത് സഹിക്കുക എന്ന മീനിങ് വരുന്നുണ്ട്. ഓക്കെ. സഹിക്കുക, ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കുക, എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ സഹിക്കാതെ. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിന് മീനിങ് വ്യത്യാസപ്പെടും. ഓക്കെ. എബൈഡ്, ടോളറേറ്റ്, എൻഡ്യൂർ. അബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസറബിൾ, wretched, നികൃഷ്ടമായ. മിസറബിൾ, wretched. ഓക്കെ. അബോളിഷ്, സ്റ്റോപ്പ്. അബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക, നിർത്തുക. സ്റ്റോപ്പ്, അബോളിഷ്, ഇല്ലാതാക്കുക. ഓക്കെ. അബോമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റസ്റ്റ്, ലോത്ത്, വെറുക്കുക. അബോമിനേറ്റ്, ഡിറ്റസ്റ്റ്, ലോത്ത്. അബോർട്ടീവ്, ഫ്രൂട്ട്ലെസ്, അൺസക്സസ്ഫുൾ, അലസിപ്പിക്കുക, സക്സസ് ആവാതെ ഇരിക്കുക, ആ ഒരു മീനിങ്. അബോർട്ടീവ്. ഓക്കെ. അബോർട്ടീവ്, ഫ്രൂട്ട്ലെസ്, അൺസക്സസ്ഫുൾ. അബ്സല്യൂട്ട്, പെർഫെക്റ്റ്, അട്ടർ, എന്താണ്? വളരെ നല്ല, പൂർണ്ണമായതാണ്, നല്ലതാണ്, ആ ഒരു മീനിങ് ആണ്. അബ്സല്യൂട്ട്, അട്ടർ, പെർഫെക്റ്റ്.
അബ്രീവിയേറ്റ്. അബ്രീവിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്രിഡ്ജ്, കണ്ടൻസ്. അബ്രിഡ്ജ്, കണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കുക. ചുരുക്കുക എന്നർത്ഥമാണ് അബ്രീവിയേറ്റ്. അബ്രീവിയേറ്റ് ചുരുക്കുക. ഓക്കെ, കംപ്രസ് ചെയ്യുക, ചുരുക്കുക. അബ്ഹോർ, ഹേറ്റ്, ഡിറ്റസ്റ്റ്. എന്താണ് അബ്ഹോർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹേറ്റ്, ഡിറ്റസ്റ്റ്. അത് തന്നെയാണ് ഇവിടെ കണ്ടോ, നോക്കിക്കേ, അബോമിനേറ്റിനും അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, അബോമിനേറ്റിനും കാണിച്ചിട്ടുള്ളത് ഡിറ്റസ്റ്റ്, ലോത്ത്, ഹേറ്റ് എന്ന മീനിങ് ആണ്. ഓക്കെ, ഡിറ്റസ്റ്റ്. അബോമിനേറ്റിനും അബ്ഹോറിനും ഒരേ മീനിങ് ആണ്. ഹേറ്റ്, ഡിറ്റസ്റ്റ്, വെറുക്കുക. ഓക്കെ, പിന്നെന്താണ്? എബിലിറ്റി. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി. എബിലിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി, ടാലൻറ്റ്, പവർ. ഓക്കെ, കപ്പാസിറ്റി, കഴിവ്. എബിലിറ്റി, കപ്പാസിറ്റി, ടാലൻറ്റ്, പവർ. ഓക്കെ. അബ്നോർമൽ, അൺയൂഷ്വൽ, എസെൻട്രിക്, ഇറഗുലർ. ക്രമമല്ലാത്ത, അസാധാരണമായ കാര്യങ്ങളാണ് അല്ലേ അബ്നോർമൽ, നോർമൽ അല്ലാത്ത. ഓക്കെ, അബ്നോർമലിൻ്റെ മീനിങ് എന്തൊക്കെയാണ്? അൺയൂഷ്വൽ, എസെൻട്രിക്, ഇറഗുലർ. എബൗണ്ട്. എന്താണ് അബൗണ്ട്? എന്താണ്? പ്ലെൻറ്റി, അഡിക്വേറ്റ്, ധാരാളം. അല്ലെങ്കിൽ എന്താണ് അബൗണ്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? പര്യാപ്തമായ. ഓക്കെ, പ്ലെൻറ്റി, അഡിക്വേറ്റ്. പിന്നെന്താണ്? അബ്രിഡ്ജ്. അബ്രിഡ്ജ് എന്താണ്? കണ്ടൻസ്, കംപ്രസ്, ഷോർട്ടൻ. അത് അർത്ഥം നോക്കിക്കേ, കണ്ടൻസ്, കംപ്രസ്, ഷോർട്ടൻ. അത് തന്നെയാണ് ഇവിടെ. കണ്ടോ, അബ്രീവിയേറ്റിൻ്റെതും അബ്രിഡ്ജ്, കണ്ടൻസ്. അബ്രീവിയേറ്റിൻ്റെതും തന്നെയാണ് അബ്രിഡ്ജ്, കണ്ടൻസ്. ചുരുക്കുക, കംപ്രസ് ചെയ്യുക. അബ്രിഡ്ജ്, അബ്രിഡ്ജും അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? അബ്രപ്റ്റ്. അബ്രപ്റ്റ് എന്താണ്? സഡൻ, ഹേസ്റ്റി. സഡൻ, ഹേസ്റ്റി, പെട്ടെന്ന്, പെട്ടെന്ന്. ആ ഒരു മീനിങ് ആണ് അബ്രപ്റ്റ്. സഡൻ, ഹേസ്റ്റി. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആൻറ്റോണിംസ് ആണ്, വിപരീത അർത്ഥം. ഓക്കെ, ഒന്നാമതായിട്ട് അബാൻഡൻ. അബാൻഡൻ്റെ ഓപ്പോസിറ്റ് റീറ്റെയിൻ ആണ്. അബാൻഡൻ ഓപ്പോസിറ്റ് റീറ്റെയിൻ. അബ്രിവേഷൻ ഓപ്പോസിറ്റ് എക്സ്പാൻഷൻ. അബ്രിവേഷൻ്റെ ഓപ്പോസിറ്റ് എക്സ്പാൻഷൻ. അബേറ്റിൻ്റെ ഓപ്പോസിറ്റ് അഗ്രിവേറ്റ്. അബേറ്റ് ഓപ്പോസിറ്റ് അഗ്രവേറ്റ്. അബ്ഡിക്കേറ്റ് ഓപ്പോസിറ്റ് ക്ലെയിം. അബ്ഡിക്കേറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്ലെയിം. അബ്ഡക്റ്റ്. അബ്ഡക്റ്റിൻ്റെ ഓപ്പോസിറ്റ് റെസ്ക്യൂ, ഡെലിവർ എന്ന അർത്ഥം വരുന്നുണ്ട്. അബൈഡ്. അബൈഡിൻ്റെ ഓപ്പോസിറ്റ് വെക്കേറ്റ് എന്നും ഡിസ്ഒബേ എന്നും അർത്ഥം വരുന്നുണ്ട്. അബൈഡ് ഓപ്പോസിറ്റ് വെക്കേറ്റ്, ഡിസ്ഒബേ. എബിലിറ്റി, ഇൻഎബിലിറ്റി. ഏബിൾ, അൺഎബിൾ. അബ്നോർമൽ, നോർമൽ. അബോളിഷ്, റീറ്റെയിൻ, ക്രിയേറ്റ്. അബോളിഷിന് റീറ്റെയിൻ എന്നും ക്രിയേറ്റ് എന്നും അർത്ഥം വരുന്നുണ്ട്, അതായത് ഓപ്പോസിറ്റായിട്ട്. അബോമിനേഷൻ ഓപ്പോസിറ്റ് അഡ്മിറേഷൻ, ഡിലൈറ്റ്ഫുൾ, പ്ലസൻറ്റ്നെസ്. അബോമിനേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് അഡ്മിറേഷൻ, ഡിലൈറ്റ്ഫുൾ, പ്ലസൻറ്റ്നെസ്. എബൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് വാക്കുകൾ ലാക്ക്, സ്കെയർ. അബ്സ്ട്രാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് കോൺക്രീറ്റ്. അബ്സൈഡിൻ്റെ ഓപ്പോസിറ്റ് റീസണബിൾ, റാഷണൽ. അബ്സൈഡിൻ്റെ ഓപ്പോസിറ്റ് റീസണബിൾ, റാഷണൽ. എബൗണ്ടൻസ് ഓപ്പോസിറ്റ് സ്കാർസിറ്റി. എബൗണ്ടൻസിൻ്റെ ഓപ്പോസിറ്റ് സ്കാർസിറ്റി. ആക്സിലറേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡീസിലറേറ്റ്. ആക്സിലറേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡീസിലറേറ്റ്, ഡിഫർ എന്നും അർത്ഥമുണ്ട്. ഡീസിലറേറ്റ്, ഡിഫർ. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സ്പെല്ലിങ്സും പിന്നെന്താണ് പഠിച്ചത്? സിനോണിംസും ആൻറ്റോണിംസുമാണ് പഠിച്ചത്. നമ്മൾ വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത്രയും തന്നെ പഠിച്ച് പോവുക. നമുക്ക് എല്ലാ വാക്കുകളും കവർ ചെയ്യണം. ഓക്കെ, ബുക്കിലെഴുതി പഠിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.